എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ. ഒരുപക്ഷേ ഇന്ന് വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ. ക്ലിനിക്കിലേക്ക് സാധാരണയായിട്ട് വരുന്ന പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, എനിക്ക് എന്ത് കഴിച്ചു കഴിഞ്ഞാലും അല്പസമയം കഴിയുമ്പോഴേക്കും വയറ് വല്ലാതെ ബ്ലോട്ട് ചെയ്ത് വരുന്നു, ബലൂണ് പോലെ വികസിച്ചു വരുന്നു. അതേപോലെ തന്നെ ഒത്തിരി കീഴ്വായുവായിട്ടും അല്ലെങ്കിൽ ബർപ്പിംഗ് ആയിട്ടും പുറത്തേക്ക് വായു പോയി കഴിഞ്ഞാൽ മാത്രമേ അല്പം ആശ്വാസം ലഭിക്കാറുള്ളൂ. മറ്റു ചിലർക്ക് പ്രശ്നം കോൺസ്റ്റിപ്പേഷൻ ആണ്, മലബന്ധമാണ്. വേറെ ചിലർക്കാകട്ടെ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ വയറ്റിൽ നിന്ന് പോകണം അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് ഓടണം. ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ കേവലമായിട്ട് ഒരു പ്രധാന മൂലകാരണം കൊണ്ടായിരിക്കാം വരുന്നത്. എന്താണ് ആ മൂലകാരണം? ഇതിനെ ഇന്ന് ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയിൽ സംസാരിക്കുന്ന ഒരു വിഷയം ആണ് സിബോ, സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്. ഇന്ന് നമുക്ക് സിബോ എന്താണെന്നും എന്താണ് സിബോ വരാനുള്ള കാരണമെന്നും എങ്ങനെ ഇതിനെ മറികടക്കാമെന്നും കാണാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് നമുക്കൊക്കെ അറിയാം. നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് വായ തൊട്ട് മലദ്വാരം വരെ നീണ്ടു കിടക്കുന്ന ഒരു സങ്കീർണമായിട്ടുള്ള ഒരു കുഴലാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ സ്റ്റൊമക്ക്, ആമാശയം. അതിന് തൊട്ട് താഴെ കിടക്കുന്ന ഭാഗമാണ് സ്മോൾ ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടൽ. പിന്നീട് വരുന്ന ഭാഗമാണ് വൻകുടൽ. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നമുക്ക് പലരും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഇവിടെയൊക്കെ നമുക്ക് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയകളോ അല്ലെങ്കിൽ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഫംഗസോ ഒക്കെ തന്നെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ എണ്ണം എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ അല്ല ഉള്ളത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ ബാക്ടീരിയയുടെയൊക്കെ എണ്ണം ലാർജ് ഇൻഡസ്റ്റൈനിൽ അല്ലെങ്കിൽ വൻകുടലിൽ വളരെ അധികമായിട്ടാണ് കാണുക. അതേസമയം ചെറുകുടൽ ഇത് താരതമ്യേന ബാക്ടീരിയകളുടെ എണ്ണം കുറവാണ്. അല്പം കൂടെ മുകളിലേക്ക് വന്ന് സ്റ്റൊമക്കിൽ, ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് വളരെ വളരെ കുറവാണ്. നെഗ്ലിജിബിളി അത്രയും കുറവായിട്ടാണ് കാണുകയും ചെയ്യുക. എന്തുകൊണ്ടാണ് ആമാശയത്തിൽ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ബാക്ടീരിയകളുടെയോ ഫംഗസിന്റെയോ എണ്ണം വളരെ കുറഞ്ഞു കാണുന്നത്? തീർച്ചയായിട്ടും അത് ആമാശയത്തിന്റെ pH വളരെ കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ 1 തൊട്ട് 3 വരെ pH ഉള്ള അല്ലെങ്കിൽ അമ്ലത വളരെ കൂടിയ ഒരു പ്രദേശമാണ് ഈ പറയുന്ന സ്റ്റൊമക്ക്, ആമാശയം. ഈ സ്റ്റൊമക്ക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്തേക്ക് ബാക്ടീരിയകൾക്ക് കയറാൻ പറ്റാതിരിക്കുന്നത്. ഒരുപക്ഷേ നമ്മുടെ നാസോഫാരിഞ്ചിയൽ അല്ലെങ്കിൽ മൂക്കിൽ കൂടിയോ അല്ലെങ്കിൽ വായിൽ കൂടിയോ അകത്തേക്ക് കയറുന്ന, ഈവൻ ഭക്ഷണ പദാർത്ഥത്തിൽ കൂടിയൊക്കെ അകത്തോട്ട് കയറുന്ന ബാക്ടീരിയകൾ സ്റ്റൊമക്കിൽ എത്തുന്നതോടുകൂടി അവിടെയുള്ള അസിഡിറ്റിയുടെ പ്രഭാവം മൂലം നശിച്ചു പോകുന്നു. ആ പ്രദേശത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ അസിഡിറ്റി കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും സ്റ്റൊമക്കിൽ തന്നെ ധാരാളമായിട്ട് ഈ പറയുന്ന ബാക്ടീരിയകൾ വന്ന് വാസം ഉറപ്പിക്കും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൻകുടലിൽ നിന്നുള്ള ബാക്ടീരിയകളുടെ എണ്ണം മുകളിലേക്ക് അസെൻഡ് ചെയ്യും, അല്ലെങ്കിൽ മുകളിലേക്ക് കടന്നു വരും. അസിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ വൻകുടലിലുള്ള ബാക്ടീരിയകളുടെ ഒരു ഭാഗം ചെറുകുടലിലേക്ക് എത്തുകയും ചെറുകുടലിൽ ഈ പറയുന്ന ബാക്ടീരിയകൾ വളരെയധികം ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ ചെറുകുടലിനകത്ത് ബാക്ടീരിയകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതിനെയാണ് സിബോ അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ പറയുന്ന സിബോ ഉണ്ടാകുന്നത്? അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാരണം നമ്മുടെ ശരീരത്തിനകത്തുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവ് കുറയുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറയുമ്പോഴാണ് സ്റ്റൊമക്കിനകത്തുള്ള അസിഡിറ്റി കുറയുന്നത്. അങ്ങനെ കുറയുമ്പോൾ തീർച്ചയായിട്ടും സിബോ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് അത് കാരണമായി തീരുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ശരീരത്തിനകത്ത് നമ്മൾ കഴിക്കുന്ന മരുന്നുകളാണ് ആന്റിബയോട്ടിക്സുകൾ. ആന്റിബയോട്ടിക്സുകൾ വളരെ വലിയ രീതിയിൽ തന്നെ നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള ബാക്ടീരിയയെ നശിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു കോൺട്രാഡിക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞത് ബാക്ടീരിയയുടെ അളവ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് സിബോ വരുന്നത്. പക്ഷെ ഇപ്പോൾ പറയുന്നു ആന്റിബയോട്ടിക്സുകൾ കാരണം സിബോ വർദ്ധിക്കും. അത് ആ പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നല്ല ബാക്ടീരിയകൾ ഉള്ള സ്ഥലത്ത് ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം പെരുകാനുള്ള സാധ്യത കുറയും.
അപ്പോൾ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ ആ പ്രദേശത്ത് ചീത്ത ബാക്ടീരിയകൾ വന്ന് പെരുകാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ഈ ചീത്ത ബാക്ടീരിയകൾ സ്റ്റൊമക്കിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് അമിലേസ് എന്ന് പറയുന്ന എൻസൈമുമായി കൂടിച്ചേർന്ന് അതിന്റെ പ്രവർത്തന ഫലമായിട്ട് അമോണിയ ഉണ്ടാക്കും. അമോണിയ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയുന്ന പോലെ ആൽക്കലൈൻ ക്ഷാരഗുണമുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ അസിഡിറ്റി ഉള്ള സ്ഥലത്ത് അമോണിയ ഉണ്ടാക്കുന്നതോടുകൂടി നമ്മുടെ അമ്ലഗുണം അല്ലെങ്കിൽ അസിഡിറ്റി കുറഞ്ഞു വരികയും അവിടെ ക്രമാതീതമായി അസിഡിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ ചീത്ത ബാക്ടീരിയകളുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാവുകയും ചെയ്യും. ഇതും നേരത്തെ പറഞ്ഞ സിബോ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ കഴിക്കുന്ന ആന്റാസിഡുകളാണ്. അസിഡിറ്റി കൂടുതലാണ് എന്ന് ഉള്ള കാരണം കൊണ്ടോ അല്ലെങ്കിൽ പലപ്പോഴും ആന്റിബയോട്ടിക്സുകൾ കഴിക്കുന്നതിന് മുന്നോടിയായിട്ടോ നമ്മൾ കഴിക്കുന്ന ആന്റാസിഡുകളും നമ്മുടെ ശരീരത്തിനകത്തുള്ള അസിഡിറ്റി ക്രമാതീതമായി കുറക്കുകയും സിബോയിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കുകയും ചെയ്യും. മറ്റൊന്ന് ബേക്കിംഗ് സോഡയാണ്. നമ്മൾ കഴിക്കുന്ന പല വസ്തുക്കൾക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡയും നമ്മുടെ ശരീരത്തിന്റെ സിബോ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കാരണമായി തീരാറുണ്ട്. മറ്റൊന്ന് കാർബണേറ്റഡ് ആയി കഴിക്കുന്ന പല ദ്രാവകങ്ങളാണ്. കാർബണേറ്റഡ് ആയിട്ടുള്ള കുപ്പിയിൽ അടച്ചു കിട്ടുന്ന പല ദ്രാവകങ്ങളും നമ്മുടെ ശരീരത്തിനുള്ള ആസിഡിറ്റിയെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ സാധാരണഗതിയിൽ സിബോ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബ്ലോട്ടിംഗ് ആണ്. അല്ലെങ്കിൽ ശരീരത്തിലെ വയറ് ക്രമാതീതമായി ഗ്യാസ് നിറഞ്ഞ് പൊട്ടുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടായി മാറുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന പല തരത്തിൽപ്പെട്ട ഗ്യാസുകൾ, മീഥേൻ ഗ്യാസോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസോ അല്ലെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് പോലെയുള്ള ഗ്യാസുകളോ ഈ പറയുന്ന ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത് വീർത്ത് വരുന്നതായിട്ട് നമുക്ക് കാണുന്നത്. മറ്റൊന്ന്, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നല്ല ബാക്ടീരിയകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചീത്ത ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റുകളും നമ്മുടെ ശരീരത്തിനകത്തുള്ള അസിഡിറ്റി കുറക്കും. അപ്പോൾ ഇത്തരത്തിൽ അസിഡിറ്റി കുറയുന്നത് കൊണ്ട് സംഭവിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ബ്ലോട്ടിംഗ് ആണ്. ഇനി മറ്റൊരു പ്രധാന ലക്ഷണമായിട്ട് കാണുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്, അല്ലെങ്കിൽ മലബന്ധമാണ്. മലബന്ധം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ നല്ല ബാക്ടീരിയകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇല്ലാതായി തീരുന്നു എന്നത് തന്നെയാണ്. സിബോ മൂലം ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആണ്. പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ടോയ്ലറ്റിൽ പോകണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ടോയ്ലറ്റിലേക്ക് ഓടിപ്പോകേണ്ട ഒരു അവസ്ഥ വരുന്ന കണ്ടീഷൻ. അതാണ് IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് നമ്മൾ വിളിക്കുന്നത്. IBSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് സിബോ തന്നെയാണ്. സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് ആണ്. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഉണ്ടാകുന്ന ബാക്ടീരിയകൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ലാർജ് ഇൻഡസ്ട്രിയിൽ നിന്ന്, വൻകുടലിൽ നിന്നും മുകളിലേക്ക് കയറി വരുന്ന ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് ആണ് ഈ അസിഡിറ്റി കുറയുന്നത്. ഇങ്ങനെ അസിഡിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിനകത്ത് ഉണ്ടായിട്ടുള്ള പ്രോട്ടീനിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് ശരീരത്തിന് കുറയും. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും കഞ്ഞിയും ചമ്മന്തിയൊക്കെ കഴിച്ച ദിവസം പ്രശ്നമില്ലെങ്കിൽ പോലും ഉഴുന്ന് ചേർത്ത ദോശയോ അല്ലെങ്കിൽ കടലയോ അതുപോലെ നോൺ വെജിറ്റേറിയൻ ഡയറ്റോ മുട്ടയോ ഒക്കെ കഴിച്ച സമയത്ത് ഒരു ഭക്ഷണം കഴിച്ചൊരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്ക് വയറ് വീർത്ത് വരുന്നതായിട്ട് കാണാം. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രോട്ടീനെ ദഹിപ്പിക്കാനുള്ള അസിഡിറ്റി അല്ലെങ്കിൽ അതിനെ ദഹിപ്പിക്കാൻ ആവശ്യമുള്ള സ്റ്റൊമക് എൻസൈംസ് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്, സ്റ്റൊമക്കിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. അതിന്റെ പ്രധാന കാരണവും സിബോ തന്നെയാണ്. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ വയറ് വീർക്കുക, വയറ് കമ്പിക്കുന്നത് പോലെ തോന്നുക, അല്ലെങ്കിൽ ഏമ്പക്കോ കീഴ്വായോ ആയിട്ട് പോവുക, അതും അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടാവുക, അല്ലെങ്കിൽ ലൂസ് സ്റ്റൂൾസ്, ഡയേറിയ പോലെ IBS പോയിട്ടുണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്ന പ്രശ്നങ്ങളൊക്കെ സിബോ കൊണ്ടാണെന്ന് നമുക്ക് പലർക്കും അറിയാം. ഇന്ന് പക്ഷെ ഞാൻ കൂടുതലായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ടുണ്ടാകുന്ന മറ്റ് ചില പ്രശ്നങ്ങളാണ്. ഈ മറ്റ് ചില പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ചില വൈറ്റാമിനുകളുടെ ഡെഫിഷ്യൻസീസ് ആണ്. ശരീരത്തിനകത്ത് നമുക്ക് വേണ്ടുന്ന B12, വൈറ്റാമിൻ B12ന്റെ
ഡെഫിഷ്യൻസി ഈ സിബോ എന്ന് പറയുന്ന പ്രശ്നം കൊണ്ടുണ്ടാകും. അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി, ശരീരത്തിനകത്ത് അയണിന്റെ അളവ് കുറയുക എന്നുള്ള പ്രശ്നവും സിബോ കൊണ്ടുണ്ടാവാം. അതുപോലെ തന്നെ ബൈലിന്റെ സെക്രീഷൻ കുറയുന്നതും സിബോ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില ന്യൂട്രീഷന്റെ അപര്യാപ്തതയും സിബോ എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ട് ഉണ്ടാകും. നമുക്കൊക്കെ അറിയാം വൈറ്റമിൻ B12 എന്ന് പറയുന്നതിന്റെ അബ്സോർപ്ഷൻ ഗട്ടിൽ വെച്ച് നടക്കും. പക്ഷേ ഈ സിബോ ഉണ്ടാകുന്ന സമയത്ത് B12ന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. ഇതിന്റെ ആഗിരണം നടക്കില്ല. B12 എവിടെയാണ് വേണ്ടതെന്ന് നമുക്കൊക്കെ അറിയാം. നെർവിന്റെ ഒക്കെ എല്ലാ നാഡികളുടെയും ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഘടകമാണ് വൈറ്റമിൻ B12. അപ്പോൾ ഈ B12 കുറയുകയാണെങ്കിൽ നാഡികൾക്ക് ഉണ്ടാകുന്ന ക്ഷീണം വളരെ വളരെ അധികമായിരിക്കും. പലപ്പോഴും ശരീരത്തിന്റെ പല ഭാഗത്തും ഉണ്ടാകുന്ന തരിപ്പ്, കടച്ചിൽ പോലെയുള്ള നംനെസ് പോലെയുള്ള ഫീലിംഗ് ഒക്കെ ഈ പറയുന്ന B12ന്റെ ഡെഫിഷ്യൻസി കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. വേറൊരു കാര്യം അയൺ ആണ്. അയണിന്റെ അബ്സോർപ്ഷനും തീർച്ചയായിട്ടും സിബോ കണ്ടീഷനിൽ ഉണ്ടാകും. അങ്ങനെ ഈ ഡെഫിഷ്യൻസി, അയണിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഫാറ്റീഗ്, വളരെ കഠിനമായ ക്ഷീണം ഉണ്ടാവുക, മുടി കൊഴിഞ്ഞു പോവുക, അതുപോലെയുള്ള നടക്കുമ്പോൾ ഉണ്ടാകുന്ന കിതപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ വളരെ വളരെ കാര്യമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി അയൺ ഡെഫിഷ്യൻസിന് കഴിയും. അപ്പോൾ അയൺ ഡെഫിഷ്യൻസിയും സിബോ എന്ന് പറയുന്ന പ്രശ്നത്തിന്റെ ഒരു പരിണിത ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബൈലിന്റെ സെക്രീഷനിൽ വരുന്ന കുറവാണ്. ബൈല് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബൈലിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഫാറ്റിന്റെ, കൊഴുപ്പിന്റെ അസിമിലേഷൻ ആണ്, കൊഴുപ്പിന്റെ ഡൈജഷനോ അബ്സോർപ്ഷനോ ആണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൊഴുപ്പിനെ കൃത്യമായ രീതിയിൽ ഡൈജസ്റ്റ് ചെയ്ത് ആഗിരണം ചെയ്യാനുള്ള കഴിവ് ഈ ബൈലിന്റെ സെക്രീഷൻ കുറയുന്നതോടുകൂടി ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ വൈറ്റാമിൻസ് ആണോ ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ളത്, ഫാറ്റിൽ കൂടി, കൊഴുപ്പിൽ കൂടി നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്, ആ പറയുന്ന എല്ലാ വൈറ്റാമിനുകളുടെയും ഡെഫിഷ്യൻസി ശരീരത്തിലുണ്ടാവും. നമുക്കറിയാം ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ളത് വൈറ്റാമിൻ എ, വൈറ്റാമിൻ ഡി, വൈറ്റാമിൻ ഇ, വൈറ്റാമിൻ കെ തുടങ്ങിയവയൊക്കെയാണ്. അതിൽ വൈറ്റാമിൻ എ നമുക്ക് അറിയാം, വൈറ്റാമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനെയൊക്കെ ബാധിക്കുന്ന വളരെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പോലും സിബോ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നയിക്കാൻ വേണ്ടി കഴിയും. മറ്റൊന്ന് വൈറ്റാമിൻ ഡി ആണ്. ഡി വൈറ്റാമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ലിവറിന്റെ ഫംഗ്ഷൻ ആയാലും തൈറോയ്ഡ് ഫംഗ്ഷൻ ആയാലും മസിൽസിന്റെ ഫംഗ്ഷൻ ആയാലും എല്ലുകളുടെയും സന്ധികളുടെയും ആരോഗ്യമായാലും എല്ലാത്തിനെയും ബാധിക്കുന്ന, ഈവൻ നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ പോലും ബാധിക്കാൻ കഴിവുള്ള, നമ്മുടെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷിയെ ബാധിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമായിട്ട് അത് മാറാം. അപ്പോൾ വൈറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും ബൈലിന്റെ സെക്രീഷൻ കുറയുന്നത് കൊണ്ടുള്ള സിബോ എന്ന പ്രശ്നം കൊണ്ടുണ്ടാകാം. മറ്റൊന്ന് വൈറ്റാമിൻ ഇ ആണ്. വൈറ്റാമിൻ ഇ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ശരീരത്തിന്റെ എല്ലാ ഓക്സിഡേഷനെയും എല്ലാ പ്രതിരോധ ശേഷിയെയും വർദ്ധിപ്പിക്കാനുള്ള കഴിവ് വൈറ്റാമിൻ ഇക്കുണ്ട്. ആ വൈറ്റാമിൻ ഇയെ പോലും ഇല്ലാതാക്കാൻ, അതിന്റെ അബ്സോർപ്ഷൻ ഇല്ലാതാക്കാൻ സിബോ എന്ന് പറയുന്ന പ്രശ്നത്തിന് കഴിയും. മറ്റൊന്ന് വൈറ്റാമിൻ കെ ആണ്. വൈറ്റാമിൻ K2 പ്രധാനമായിട്ടും നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ കെട്ടി നിൽക്കുന്ന കാൽഷ്യം ഓക്സാലേറ്റ് പോലെയുള്ള കാര്യങ്ങളെ ശരീരത്തിന്റെ ധമനികളിൽ നിന്ന് എടുത്തു മാറ്റി ഹൃദയത്തെ പോലും സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു വൈറ്റാമിനാണ് വൈറ്റാമിൻ K2. അപ്പോൾ വൈറ്റാമിൻ K2വിന്റെ ഡെഫിഷ്യൻസിയിലേക്ക് പോലും സിബോ എന്ന് പറയുന്ന പ്രശ്നത്തിന് നയിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡയറിയയിലോ അല്ലെങ്കിൽ ഒരു വയറിളക്കത്തിലോ ഒരു കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിലോ അല്ലെങ്കിൽ ഒരു വയറ് വീർത്ത് വരുന്ന ഒരു അവസ്ഥയിലോ മാത്രം ചുരുക്കി കാണേണ്ടുന്ന ഒരു അവസ്ഥയല്ല സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ മറികടക്കേണ്ടത്? ഇതിനെ മറികടക്കാനുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ശരീരത്തിനകത്തേക്ക് ശരിയായ രീതിയിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് വളരെ ഒരു ഹോം റെമഡി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആപ്പിൾ സിഡർ വിനെഗർ ആണ്. ഒരു സ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ലയിപ്പിച്ച് ഭക്ഷണത്തിന് തൊട്ട് ശേഷം കഴിക്കുന്നതും ഒരു വലിയ പരിധിവരെ സിബോ എന്ന് പറയുന്ന പ്രശ്നത്തെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. മറ്റൊന്ന് ബ്യൂട്ടൈൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ഈ ബീറ്റൈൻ ഹൈഡ്രോക്ലോറൈഡിനെ ഉപയോഗിക്കുന്നതും സിബോ എന്ന കണ്ടീഷനെ നമുക്ക് ഒരു വലിയ പരിധിവരെ മറികടക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ്. എല്ലാ ദിവസവും ഒരു 14 മണിക്കൂറിന് മുകളിലേക്ക്, ഒരു 14-15 മണിക്കൂറേക്കെങ്കിലും ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നതാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഇല്ലാതെ
സിബോ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടി കഴിയുകയില്ല. അപ്പോൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിന്റെ സമയത്താണ് ഒരുപക്ഷെ നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈനിന്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെയുള്ള അബ്സോർപ്ഷൻ പൂർണ്ണമായിട്ട് നടക്കുകയും അവിടെയുള്ള ബാക്ടീരിയാസിനെ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി ശരീരത്തിന് കഴിയുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ ബീറ്റൈൻ ഹൈഡ്രോക്ലോറൈഡ് പോലെയുള്ള കാര്യങ്ങളോ ആപ്പിൾ സിഡർ വിനെഗറോ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. മറ്റൊരു പ്രധാന ഘടകം, ഈ സിബോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടുന്ന, മിനിമം ഒരു 2 മാസത്തേക്കെങ്കിലും ഒഴിവാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഫൈബർ അല്ലെങ്കിൽ നാരുകൾ. നമുക്ക് അറിയുന്നത് പോലെ നാരുകൾ, ഫൈബർ വളരെ വളരെ ആവശ്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ നാരുകൾ കഴിക്കുക വഴിയാണ് പലപ്പോഴും ഈ പറയുന്ന ബാക്ടീരിയൽ ഓവർ ഗ്രോത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ നാരുകൾ അടങ്ങിയ ഭക്ഷണം ഈ സിബോ എന്ന് പറയുന്ന കണ്ടീഷൻ ഉള്ള സമയത്ത് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതുമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ചീര പോലെയുള്ള വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്ക് പോലും സിബോ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ യാതൊരു ദഹനവും ഇല്ലാതെ ഇത് മലത്തിൽ കൂടി പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. പലപ്പോഴും സിബോയിന്റെ ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വേവിക്കാത്ത പച്ചക്കറികൾ, റോ സാലഡ്സ്, എല്ലാവരും പറയുന്നതാണ് വയറ്റിന് എന്ത് കുഴപ്പമുണ്ടെങ്കിലും നിങ്ങൾ വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കുക എന്നൊക്കെ. പക്ഷെ ഒരു കാരണവശാലും സിബോ ഉള്ള ആൾക്കാർ വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കരുത്. ഇത് കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബ്ലോട്ടിങ്ങും ബർപ്പിങ്ങും ഉണ്ടാവും, വയറ് വീർത്ത് വരുന്നതും. പലപ്പോഴും കക്കിരിക്കയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് എമ്പക്കമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇതിന്റെ സ്മെല്ല് മുകളിലേക്ക് വന്ന് നോസിയേഷൻ അല്ലെങ്കിൽ ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ പലർക്കും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നതും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, നമ്മൾ ധാരാളമായിട്ട് ഭക്ഷണത്തിനകത്ത് ഗ്രാമ്പുവും വെളുത്തുള്ളിയും കറുവപ്പട്ടയൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ സ്പൈസസ്, ഇന്ത്യൻ സ്പൈസസ് ഉപയോഗിക്കുന്നതും ഈ സിബോ എന്ന് പറയുന്ന കണ്ടീഷൻസിനെ ഒരു വളരെ വലിയ പരിധിവരെ നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ സിബോ എന്ന് പറയുന്ന ഒരു വസ്തുതയാണ്, ഒരു പ്രശ്നമാണ് ഇന്ന് സാധാരണഗതിയിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ, ദഹനേന്ദ്രിയ പരമായിട്ട് നമ്മളെ ബാധിക്കുന്ന രോഗങ്ങളിൽ വളരെ വലിയ തോതിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സിബോയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. കൃത്യമായ ഇടപെടൽ കൂടി സിബോ എന്ന് പറയുന്ന കണ്ടീഷനെ നിങ്ങൾക്ക് നിയന്ത്രണ വിധേയമാക്കാവുന്നതും ആണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.